നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. UGC കരട് കൺസർവേഷനുമായി ബന്ധപ്പെട്ട സർക്കുലർ ഗവർണർ അമർഷം രേഖപ്പെടുത്തിയതിന് പിന്നാലെ സംസ്ഥാന സർക്കാർ തിരുത്തിയിരിക്കുകയാണ്. തൽക്കാലം പുതിയ ഗവർണർ ആർലേക്കറുമായി ഉടക്കിനില്ല എന്ന് തീരുമാനിച്ചിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ. കാരണം ഇനി ഉടക്കാൻ നിന്നാൽ മുട്ടൻ പണി കിട്ടുമെന്ന് വ്യക്തമായതിന് പിന്നാലെ ഒരു നയമാറ്റം എന്തായാലും കൃത്യമായി തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ എടുത്തിരിക്കുകയാണ്. ഇനി പറഞ്ഞ് തർക്കിച്ച സമയം കളയാനില്ല. അങ്ങനെ തർക്കിച്ചുകൊണ്ടിരുന്നാൽ മുട്ടൻ പണി തനിക്ക് തന്നെ കിട്ടുമെന്ന് മനസ്സിലാക്കിയ മുഖ്യമന്ത്രിയാണ് ഒന്നും സംസാരിക്കാതെ ഗവർണർ എന്താണോ പറഞ്ഞത് ആ അമർഷത്തിനൊത്ത വഴിമാറുകയായിരുന്നു എന്ന് വ്യക്തമാകുന്നത്. UGC കരടിന് എതിരായ എന്ന പദം നീക്കി പകരം UGC റെഗുലേഷൻ ദേശീയ ഉന്നത വിദ്യാഭ്യാസ കൺവെൻഷൻ എന്നാക്കി മാറ്റി. സർക്കുലർ തിരുത്തണമെന്ന് ഗവർണർ സർക്കാരിനോട് ആവശ്യപ്പെട്ടതിന് പിന്നാലെ തന്നെ സർക്കാരിന്റെ ഈ നിലപാട് മാറ്റം വരികയായിരുന്നു. ഗവർണർ രാജേന്ദ്ര ആർലേക്കറുമായി ഏറ്റുമുട്ടലിന് തൽക്കാലമില്ല എന്ന് വ്യക്തമാക്കുന്നതാണ് സംസ്ഥാന സർക്കാരിന്റെ ഈ തീരുമാനം. UGCയുടെ കരട് ഭേദഗതിക്കെതിരായി സംസ്ഥാന സർക്കാർ ഇന്നു നടത്തുന്ന കൺവെൻഷനെ ചൊല്ലിയാണ് പ്രശ്നം. കരട് ഭേദഗതിക്കെതിരായി പരിപാടി എന്ന ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി ഇറക്കിയ സർക്കുലറിൽ ഗവർണർ രാജേന്ദ്ര ആർലേക്കർ മുഖ്യമന്ത്രി പിണറായി വിജയനെ നേരിട്ട് വിളിച്ചാണ് തിരുത്ത് ആവശ്യപ്പെട്ടത്. UGCയുടെ കരട് ഭേദഗതിക്കെതിരെ സംസ്ഥാനത്തിന് പരിപാടി സംഘടിപ്പിക്കാൻ കഴിയില്ല എന്നും അതിൽ ചട്ടലംഘനം ഉണ്ട് എന്നും ഗവർണർ അറിയിച്ചു. ഗവർണർ ഉടക്കിയിട്ടതിന് പിന്നാലെ തന്നെ വൈകിട്ടോടെ UGCയുടെ കരട് ഭേദഗതിക്കെതിരെ എന്നതിന് പകരം UGCയുടെ കരട് ഭേദഗതിയിൽ കൺവെൻഷൻ എന്നാക്കി തിരുത്തി. ഗവർണറുടെ കടുത്ത എതിർപ്പിനെ തുടർന്ന് കൺവെൻഷനിൽ പങ്കെടുക്കില്ല എന്ന് കണ്ണൂർ VCയും വ്യക്തമാക്കിയിരുന്നു. മറ്റ് പല VCമാരും വിട്ടുനിൽക്കാൻ സാധ്യത ഏറെയാണ്. പരിപാടിയിൽ സർവകലാശാലയുടെ ചെലവിൽ VCമാരും പ്രതിനിധികളും വരണമെന്നായിരുന്നു ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറിയുടെ സർക്കുലർ. BJP ഇതര സംസ്ഥാനങ്ങളിലെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിമാരാണ് നാളത്തെ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. രാവിലെ 10 മണിക്ക് നിയമസഭാ മന്ദിരത്തിലാണ് പരിപാടി. മുഖ്യമന്ത്രി പരിപാടി ഉദ്ഘാടനം ചെയ്യും. പ്രതിപക്ഷ നേതാവും പങ്കെടുക്കും.